ഇപ്പോഴും കന്യകനായിട്ട് തുടരുന്നു. ഇവർ മാരീഡാണ്, 2-3 കുട്ടികളുടെ അമ്മയാണ്. എന്നിട്ടാണ് ഇവനുമായിട്ട് സെക്ഷൽ റിലേഷനും ഇവനുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഹായ് ഗെയ്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 പേരെ പ്രണയിച്ച് ബ്രേക്കപ്പ് ആയ രസകരമായ കഥകൾ നിങ്ങളുടെ മുന്നിൽ ഓരോ എപ്പിസോഡായിട്ട് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണിന്ന്. ഈ കഥ നടക്കുന്നത് 2019-ലാണ്. അന്ന് ഇൻസ്റ്റാഗ്രാമും ഒന്നും അത്ര ആക്റ്റീവ് അല്ല, ടിക്ടോക്ക്, ഫേസ്ബുക്കാണ് അത്ര ആക്റ്റീവ്. അപ്പോൾ ഫേസ്ബുക്കിലൂടെ എനിക്കൊരു പ്രണയാഭ്യർത്ഥന വന്നിട്ടുണ്ടായിരുന്നു. തൽക്കാലം അവരുടെ റിയൽ നെയിം ഒന്നും ഞാനിവിടെ പറയുന്നില്ല, നമുക്ക് അവനെ ഫർഹാസ് എന്ന് വിളിക്കാം. കോഴിക്കോടുള്ള ആളാണ്. അപ്പൊ ഞാനത് നോക്കി, അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. നിരന്തരം അതിൽ നിന്ന് കോളൊക്കെ വന്ന ശേഷം ഞാൻ ആ പ്രൊഫൈലിൽ കയറി നോക്കി, റിപ്ലൈ കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞ് നിങ്ങൾ പ്രണയിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രണയിക്കാനൊന്നും പറ്റത്തില്ല, ക്യാരക്ടർ മനസ്സിലാക്കണം, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ശേഷമായിരിക്കും എന്റെ ഭാഗത്തു നിന്നുള്ള പ്രണയം ഉണ്ടാവുക. ഫ്രണ്ടും കൂടി അവനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് ഞങ്ങൾ ഹായ് പറഞ്ഞ് പിരിഞ്ഞു. തിരിച്ചു വരുമ്പോഴാണ് അവൾ എന്നോട് പറയുന്നത്, ചേച്ചി ഇവൻ എൻ്റെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു പ്രണയിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ അവൻ എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയതിന്റെ ഫസ്റ്റ് പരാജയമാണ്. അപ്പം ഞാൻ അത് നോട്ടീസ് ചെയ്തു. ടിക്ടോക്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അവൻ. സത്യസന്ധമായിട്ടാണോ പ്രണയിക്കുന്നത്, അതോ ഫേക്ക് ആണെങ്കിൽ അതിനുള്ള ഒരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രണയിക്കുന്നത്. അപ്പം ഞാൻ ഇവനെ നമ്മളുടെ ഡ്യുവറ്റ് വീഡിയോയ്ക്ക് ഒരു പെൺകുട്ടി നിരന്തരം കമന്റ് ചെയ്യും, ഇതാരാണ് ചേച്ചി എന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതെന്റെ ഫ്രണ്ടാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ടിക്ടോക്കിനകത്ത് ആ കുട്ടിയുടെ ഒരുപാട് മെസ്സേജസ് എനിക്ക് പേഴ്സണലി വന്നു. നീ എന്തിനാണ് അവനെ വീഡിയോ ചെയ്യുന്നത്, അവന്റെ വീഡിയോ കൂടെ ചേരുന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഇത് എന്റെ നെയ്ബറായിട്ടുള്ള ഒരു കുട്ടിയാണ്, അപ്പൊ അതുകൊണ്ടുമല്ല ആയിരിക്കും പറയുന്നത്, നമ്മുടെ റിലേറ്റീവും കൂടെ ആണെന്ന് പറഞ്ഞു. അപ്പൊ 3ാമത്തെ പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു നിനക്ക് ആരുടെ റിലേഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ തുറന്നു പറയൂ, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ എനിക്കൊരു റിലേഷനില്ല, ദീപം മാത്രം മതി എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു പുള്ളിയുടെ ആ ഒരു കാര്യം. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞു നമുക്ക് ബീച്ചിൽ വെച്ച് കാണാൻ പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇവനിങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് മൊബൈൽ എടുത്ത് നോക്കിയ സമയത്ത് പെട്ടെന്ന് അവന്റെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പം ഇപ്പൊ ടിക്ടോക്കിൽ എനിക്ക് ആ മെസ്സേജ് അയക്കുന്ന പെണ്ണിന്റെ DP തന്നെ വാട്സപ്പിലും കിടക്കുന്നു. ആ പെണ്ണിന്റെ അക്കൗണ്ടിൽ നിന്ന് ഫുള്ള് മെസ്സേജും വോയിസും ഒന്നും കേൾക്കാൻ നിന്നില്ല, അത് ഫുള്ള് കോപ്പി ചെയ്ത് എന്റെ നമ്പറിലേക്ക് അയച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, മെസ്സേജ് നോക്കിയപ്പോഴാണ് അവന്റെ കള്ളത്തരങ്ങളൊക്കെ പൊട്ടി തെളിയുന്നത്. എനിക്ക് മെസ്സേജ് അയച്ച ആ സ്ത്രീ 3-4 കുട്ടികളുടെ അമ്മയാണ്. ഇവരുമായിട്ട് നിരന്തരം സെക്ഷൽ റിലേഷനും ഒക്കെ ഉണ്ട്. ആ സ്ത്രീ ആ കുട്ടികളെയും ഹസ്ബൻഡിനെയും ഒഴിവാക്കിയിട്ട് ഇവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ്. കാരണം കുട്ടികളുള്ള സ്ത്രീ ഹസ്ബൻഡിനെ വഞ്ചിച്ചിട്ടാണ് ഇവന്റെ കൂടെ റിലേഷനിലെ കീപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇവൻ ചിന്തിക്കണമായിരുന്നു, ആ സ്ത്രീ കല്യാണം കഴിച്ചാണ്, കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, അവരെ വഞ്ചിക്കുകയാണല്ലോ ഇവൻ. എന്നിട്ട് അവരോടുള്ള കണക്ഷൻ റിയൽ ആകാതെ എന്നോടും കൂടെ പ്രേമിക്കുന്നു. അപ്പം ഞാൻ അറിയാതെ എത്ര പേരുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഇതിനൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് ഞാൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുത്തു, വിവാഹവാദന തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു.